എടി നീ കഴിഞ്ഞ ആഴ്ച തന്ന ആ വിഷമില്ലേ എലീനെ കൊല്ലാനുള്ളത്, അത് ഇന്നാടി എനിക്ക് കേക്കിൽ വെക്കാൻ നേരം കിട്ടിയത്. അതെങ്ങനെ വെക്കണം? അയ്യോ, എങ്ങനെ വലിച്ചു വാരി നിലത്തൊന്നും ഇട്ടാന്ന് ഞങ്ങളുടെ വീട്ടിൽ തിന്നൂല. അത് ഭയങ്കര VIP ആടി. ടേബിളിന്റെ പൊക്കത്ത് കേറിയിരുന്നേ തിന്നു. ആ ഞാൻ എന്തായാലേ വിഷം വെച്ചിട്ട് ഞാൻ വിളിക്കാം കേട്ടാ. ശരിയടി, ശരി. നാശം പിടിച്ചേലി, നിന്നെ ഞാൻ ശരിയാക്കി തരാം. എന്റെ അടുത്ത വേഷം കെട്ട് ഇന്ന് ഞാൻ അതിനെ കൊല്ലും. എന്റെ ദൈവമേ, ഈ നാശം പിടിച്ചേലി, ഇതിനെ ഞാൻ ഇനി വേഷമൊന്നും വെക്കേണ്ടി വരൂല. ഇതിനെ ഞാൻ വല്ല തല്ലി കൊല്ലേണ്ട അവസ്ഥയാ. ഈ നാശത്തിന് ഞാൻ ഇന്ന് അയ്യോ അച്ഛൻ. എടി അടിയോ അയ്യോ അച്ഛേ ഒക്കെ നീ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് പറയും? ഞാൻ അയ്യോ വെക്കാം, നീ അച്ഛാന്ന് വിളിച്ചോ. അയ്യോ അച്ഛാ, അച്ഛൻ എപ്പോ വന്നു? ഒരയ്യോ കേട്ടില്ലേ? അത് ഞാനായിരുന്നു. ചിരിക്കടി, തമാശയല്ലേ? അല്ല അച്ഛാ, അച്ഛൻ എന്താ ഒരു മുന്നറിയിപ്പില്ലാണ്ട്? മുന്നറിയിപ്പും കൊണ്ട് വരാൻ ഞാൻ എന്താ ഇടിമിന്നലാണോ? ചിരിക്കടി. അച്ഛൻ ഇടിമിന്നലല്ലോ, ഇടിവെട്ടല്ലേ. എന്ത് വളിച്ച കോമഡി അച്ഛാ. എന്താണ് ഈ കോമഡിക്ക് കുഴപ്പം? നിനക്കറിയാലോ, ഞാൻ വീട്ടിലിരുന്ന് ഹാസ്യോൽപാദനം നടത്തി ഹാസ്യ രചനകള് ഭാര്യയെ അയച്ചു കൊടുത്തിട്ട് അവരയച്ചു തരുന്ന കാശ് കൊണ്ടാണ് നിന്നെയും വിളയത്തുകളെയും വളർത്തിയത്. എന്റെ അച്ഛൻ എന്താ ഒരു വിവരമില്ലാണ്ട്? അത് കൊള്ളാം, എനിക്കാണോ വിവരമില്ലാത്തത്? ഞാൻ പറയുന്ന വിവരക്കേടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നിനക്കല്ലേ വിവരമില്ലാത്തത്? അതല്ല, അച്ഛൻ എന്താ ഒരു വിവരവും വിളിച്ചു പറയാണ്ട് വന്നേന്ന്. ആരോട് പറയാതെ? അതിന് ആർക്കാ വിവരം? ഇവിടെ ഉള്ളത് ആരാ? ഒരു വിവരമില്ലാത്ത അച്ഛനും വിവരമില്ലാത്തതിന്റെ ഭർത്താവും. അച്ഛാ, ഒന്നും പറഞ്ഞില്ല. ഞാൻ അകത്ത് പോയി ചായ എടുത്തോണ്ട് വരാവേ. നീ പോയി എടുത്തോണ്ട് വരണ്ട വരും, അല്ലാതെ ചായ നടന്നു വരത്തില്ല. നല്ല തമാശ. അയ്യോ, അങ്ങനെ ചിരിച്ചു പോലെ കോമഡി ഒളിഞ്ഞു പോകും.